ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ആലോചിക്കുക ഡെലിവറി സ്റ്റോറി ചെയ്താലോ എന്ന്. അപ്പോൾ പിന്നെ കരുതി എങ്കിൽ ഇപ്പം അങ്ങ് ചെയ്തേക്കാം കേട്ടോ. എൻ്റെ സംഭവ ബഹുലമായിട്ടുള്ള ഡെലിവറി സ്റ്റോറി ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ നല്ല പ്ലാൻഡ് ആയിട്ടായിരുന്നു കേട്ടോ. പ്രീ പ്ലാൻഡ് പ്രഗ്നൻസി തന്നെയായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് മതി കുട്ടികളെന്നുള്ള ഞങ്ങളുടെ തീരുമാനമായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എല്ലാവരും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ഇത്രയും നാളായിട്ട് എന്താ. അപ്പോൾ എനിക്കായിരുന്നു നിർബന്ധം എന്തായാലും ഒരു വർഷം കഴിഞ്ഞിട്ട് മതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. അതിന് ഒന്നര മാസം മുമ്പ് ഇതുപോലെ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അറിഞ്ഞിരുന്നു കേട്ടോ. ഒന്നരയില്ല, ഒരു മാസം മുമ്പ്. കാരണം അന്ന് വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഓണത്തിന് പോകുമ്പോൾ എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. കാരണം പീരീഡ്സൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ് റെഗുലറായിട്ടുള്ളതാട്ടോ. അപ്പോൾ 2-3 ദിവസം താമസിച്ചപ്പോൾ എന്തോ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ടെസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അന്ന് ഓണത്തിനന്ന് രാവിലെ തിരുവോണത്തിനന്ന് രാവിലെ ഇതുപോലെ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പം പോസിറ്റീവ്. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു കേട്ടോ, എന്തായാലും ഒരു വർഷം കഴിഞ്ഞല്ലോ, ഒരു വർഷം ആവുന്നല്ലോ. പിന്നെ എന്നെക്കാളും ഭയങ്കര സന്തോഷം ഏട്ടനായിരുന്നു കേട്ടോ. ഏട്ടനോട് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വെയിറ്റ് ചെയ്യരുത്, എത്രയോ പേർക്ക് ഇതുപോലെ മക്കളില്ലാതിരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനായിരുന്നു ഭയങ്കര സന്തോഷം. ഏട്ടന് ഭയങ്കര കണ്ണു നിറയും സന്തോഷം, കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് അറിഞ്ഞപ്പോൾ. പിന്നെ ഞങ്ങൾ ദൂരെ ആയതുകൊണ്ട്, പത്തനംതിട്ട ആയതുകൊണ്ട് പെട്ടെന്ന് എന്നെ കൊണ്ട് തിരിച്ചു പോകുന്നില്ല. ഏട്ടനിങ്ങ് പോന്നു. ഏട്ടൻ പോന്നിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ തലേ ദിവസമാണ് ഇതുപോലെ എന്നെ കൂട്ടാൻ വേണ്ടി വന്നത്. അത് വണ്ടിയിലൊക്കെ വന്നത്. വണ്ടി വന്ന് വിളിച്ചിട്ട് എന്നെ കൂട്ടിയിട്ട് ഇങ്ങ് പോന്നു. പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് ഞങ്ങൾ പോയി ഇതുപോലെ ഇവിടെ ഫാത്തിമയിലാണ് ഞാനിവിടെ കാണിച്ചത്. കൽപ്പറ്റ ഫാത്തിമയിലാണ് ആദ്യമേ കാണിച്ചത്. 7 മാസം വരെ അവിടെ ആയിരുന്നു കാണിച്ചത്. അപ്പോൾ അവിടെ മേരി സിസ്റ്ററിനെ ആയിരുന്നു കാണിച്ചത് കേട്ടോ. ആദ്യത്തെ അല്ലേ, എന്തുവാണെന്നൊന്നും അറിയത്തില്ല, ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട്. പിന്നെ സിസ്റ്റർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ഭയങ്കര റിലീഫാണ്. ഇതുപോലെ വണ്ടിയൊക്കെ വിളിച്ചിട്ടാണ് പോയത് കേട്ടോ. ആദ്യത്തെ ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, എങ്ങനെ ടെൻഷനായിട്ടന്. അപ്പം ബൈക്കിലൊന്നും പോകുന്നില്ലായിരുന്നു, വണ്ടിയൊക്കെ വിളിച്ചിട്ടാണ് പോയത്. എനിക്കാണെങ്കിൽ ബൈക്കാണ് കംഫർട്ടബിൾ. ആ സമയത്തൊക്കെ കാറിൽ പോകുന്നത് ഇഷ്ടമല്ല, ഛർദ്ദിക്കാൻ പ്രഗ്നൻ്റ് അല്ലേ തന്നെ ഛർദ്ദിക്കാൻ വരുന്നതായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ബൈക്കായിരുന്നു. പക്ഷെ ആദ്യത്തെ ആയതുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് കാറൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഞാൻ തിരിച്ചു വന്നപ്പം അനിയൻ ഇവിടെയുള്ള സമയമായിരുന്നു. അപ്പം ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ. അപ്പം ഞങ്ങൾ നല്ല ഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചേട്ടോ. ഭയങ്കര ഗംഭീരമായിട്ടല്ല, എന്നാലും ഞങ്ങൾ ഫാമിലി മാത്രമായിട്ട് നല്ല അത്യാവശ്യം നല്ല പോലെ തന്നെ ആഘോഷിച്ചു. പിന്നെ അങ്ങോട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഛർദിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഭയങ്കര ഛർദിൽ. തുടക്കത്തിൽ എനിക്ക് ഭയങ്കര ഛർദിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു 3-4 മാസം വരെ ഉണ്ടായിരുന്നു ഛർദിൽ. പക്ഷെ ലാസ്റ്റ് ആ ഛർദിൽ അവസാനിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രാവിലെ മുതൽ രാത്രി വരെ ഭയങ്കര ഛർദിലായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവം എങ്ങനെയാണോ ഇനി ഛർദിൽ, ഇനി ദിവസം ഇങ്ങനെ തുടരാൻ പോവാന്നോ എന്നൊക്കെ പേടിച്ചു കേട്ടോ. അതുപോലെ ഛർദിലായിരുന്നു. രാവിലെ എന്ത് കഴിച്ചാലും ഛർദിക്കും, അങ്ങനെ രാത്രി വരെ ഛർദിൽ. അങ്ങനെ പിറ്റേ ദിവസം ഛർദിൽ അങ്ങ് സ്റ്റോപ്പായി. പെട്ടെന്ന് സഡൻലി അങ്ങ് സ്റ്റോപ്പായി കേട്ടോ. പക്ഷെ രാവിലെ ബ്രഷ് ചെയ്യുമ്പം വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അതുപോലെ മറ്റേ മഞ്ഞ വെള്ളം അങ്ങനെ ഛർദിക്കും. അത് ഒരു 7 മാസം വരെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. അല്ലാതെ ഛർദിൽ എനിക്ക് സ്റ്റോപ്പായി. പിന്നെയുള്ള എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് വായിലിങ്ങനെ എന്തോ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എനിക്ക് അറിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ വായിലിങ്ങനെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ടേസ്റ്റ് വ്യത്യാസം ഭയങ്കര പ്രശ്നം. ഭയങ്കര അതിനെ പറയുന്നത്, അതിന് ആ ടേസ്റ്റിന് എന്തോ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. ഭയങ്കര പ്രശ്നം. എനിക്ക് ലാസ്റ്റ് വരെ ഡെലിവറി കഴിയുന്നിടം വരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു വായിൽ. ഞാനപ്പം എന്തെങ്കിലും മുട്ടായിയോ എന്തെങ്കിലും സംഭവമൊക്കെ കഴിച്ചോണ്ടിരിക്കും. ആദ്യമൊക്കെ മുട്ടായിയൊക്കെ കഴിക്കാൻ പാടായിരുന്നു. എന്നാലും പിന്നെ മുട്ടായി ഇവിടെ ഞങ്ങളുടെ ആ ട്രോയി നമ്മുടെ ഈ ട്രോയി നിറച്ച ആ ചെറിയ മുട്ടായിയുടെ കുപ്പിയില്ലേ, ചെറിയ മുട്ടായി, ആ മുട്ടായിയുടെ കുപ്പി നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഞാൻ മുട്ടായി കഴിച്ചിട്ടുണ്ട് ആ സമയത്ത് കേട്ടോ. ആദ്യത്തെ പ്രഗ്നൻസിയുടെ സമയത്ത്. കാരണം എനിക്ക് ആ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ കഥ പറയാൻ ഒരാളോട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബഹളം, അതുകൊണ്ട് പിന്നെ മടിയിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ടേസ്റ്റ് അത് ഡെലിവറി ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു കേട്ടോ ആ ടേസ്റ്റ് വ്യത്യാസം. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് പെട്ടെന്ന് ആ ടേസ്റ്റ് എൻ്റെ വായിൽ ആ ടേസ്റ്റ് അങ്ങ് മാറുകയും ചെയ്തു കേട്ടോ.
പിന്നെ ഇവിടെ അമ്മയൊക്കെ ആണെങ്കിലും ഭയങ്കര ആ സമയത്ത് ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ. ആദ്യത്തെ മൂത്ത മോന് ആദ്യത്തെ എന്താ കൊച്ചുമോനോ അല്ലെങ്കിൽ കൊച്ചുമോള് വരാനായി. അതുകൊണ്ട് ഭയങ്കര കെയറിങ് സംഭവമൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ജ്യൂസ് അടിച്ചുതരികയൊക്കെ ചെയ്യുമായിരുന്നു അമ്മ. ഒന്നും പ്രത്യേകിച്ച് ക്രേവിങ്സോ അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ആകെ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുള്ള ഉപ്പിലിട്ട മാങ്ങ വേണമെന്ന് കേട്ടോ. ആ സമയത്ത് മാങ്ങ സീസണാണോ അല്ലാന്ന് തോന്നുന്നു. ഉപ്പിലിട്ട മാങ്ങ വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഉപ്പിലിട്ട മാങ്ങ ഇവിടെ അമ്മയുടെ ചേട്ടത്തിൻ്റെ മോള് തന്നു വിട്ടു. അവിടെ ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. തന്നിട്ടിട്ട് എനിക്ക് അതിൻ്റെ മണം പിടിക്കുന്നേ ഇല്ലായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് അത് മൊത്തം എൻ്റെ മുമ്പിൽ വെച്ച് ഏട്ടൻ അത് തിന്ന് നിർത്തി കേട്ടോ. അതുപോലെ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല അത്. പിന്നെ പച്ചമാങ്ങ ഞങ്ങൾ ആ മാങ്ങയുടെ സീസൺ അല്ല കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ മാങ്ങ സീസൺ അല്ലെങ്കിലും നമുക്ക് ചന്തയിലൊക്കെ പോവുകയാണെങ്കിൽ കിട്ടും. ചന്തയിലല്ല, സാധാ കടകളിലൊക്കെ കിട്ടും. ഇവിടെ ആണെങ്കിൽ ആ സാധനം കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് തപ്പി ഞങ്ങൾ പിറ്റേ മാസം ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് പോയി എവിടെയില്ല. അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് എല്ലായിടത്തും നോക്കി വരുന്നു, എവിടെയില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത് കേട്ടോ, 2ാം തവണ. അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് എവിടെയോ ഒരു മാങ്ങ കണ്ടു. പെട്ടെന്ന് നിർത്തിയപ്പോൾ അത് മറ്റേ ഉപ്പിലിടുന്ന കടയില്ലേ, അവിടെ മാങ്ങ ഇരിക്കുന്നു. പിന്നെ എന്ത് ചെയ്തു, അവിടെ പോയിട്ട് ഏട്ടൻ അവിടുന്ന് വാങ്ങിച്ചു തന്നു കേട്ടോ. അയാൾ ഒരു മാങ്ങയ്ക്ക് എത്ര 50 90 രൂപയും കൊണ്ടായിരുന്നു. അങ്ങനെ ആ മാങ്ങ സീസൺ അല്ലല്ലോ. അവർ വാങ്ങിച്ചു വെക്കുന്ന ആകെ 4 മാങ്ങ വാങ്ങിച്ചു വെച്ചിരുന്നത് ഒരെണ്ണം അയാൾ എനിക്ക് തന്നു. പച്ചമാങ്ങയുടെ ഉള്ളായിരുന്നു കേട്ടോ ആ സമയത്ത്. അങ്ങനെ ആ പച്ചമാങ്ങ ഇരുന്നത് ഭയങ്കര ക്രേവിങ്സോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിങ്ങനെ കേൾക്കത്തില്ലേ, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു പച്ചമാങ്ങ തന്നെയാണ്. അത് വെച്ചിട്ടാട്ടോ ഞാൻ ഈ പച്ചമാങ്ങ അന്വേഷിച്ച് കഴിച്ചത്. പിന്നാണെങ്കിൽ ഈ നെയിം സെലക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏട്ടന് ഈ സ്വാതിക എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നീ സ്വാതിക ലക്ഷ്മി അല്ലെങ്കിൽ ഇഷിത ലക്ഷ്മി, 2 പേര് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പെൺകുട്ടിയാണെങ്കിൽ സ്വാതിക ലക്ഷ്മി, ഇഷിത ലക്ഷ്മി. ആൺകുട്ടിയാണെങ്കിൽ ഇവൻ്റെ പേര് തന്നെ ഒരു മാറ്റമില്ല, ധ്രുവിത് എന്നുള്ള പേരാണ് കണ്ടുപിടിച്ചത് കേട്ടോ. ധ്രുവിത് കൃഷ്ണ എന്നുള്ള പേരാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പോൾ പേരൊക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമേ സെറ്റാക്കിയില്ല കേട്ടോ. ഇങ്ങനെ നോക്കി ഒരു 6-7 മാസമൊക്കെ ആകുമ്പോഴത്തേനും ഈ സ്വാതിക എന്നുള്ള പേര് കിട്ടിയത്. സ്വാതിക എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ മാത്രമാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ പേര്. എനിക്ക് പിന്നെ കുഴപ്പമില്ല, ഏട്ടനെ ഇഷ്ടമാണല്ലോ എന്നുള്ളത് വെച്ചിട്ട് എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് നിർബന്ധം എന്തെങ്കിലും ഒരു ദൈവത്തിൻ്റെ പേര് കൂടെ വേണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്വാതിക ലക്ഷ്മി ആക്കിയത്. സ്വാതികയുടെ കൂടെ വേറെ ഒന്നും ചേർക്കാതെ ലക്ഷ്മി ആക്കിയത് എൻ്റെ ഇഷ്ടപ്രകാരം കേട്ടോ. അതുപോലെ ഇവൻ്റെ പേരിലും കൃഷ്ണ എന്നുള്ളാക്കിയത് എൻ്റെ ഇഷ്ടപ്രകാരം കേട്ടോ. പിന്നെ എൻ്റെ ഡ്യൂ ഡേറ്റ് വന്നിരുന്നത് ഏപ്രിൽ 30 കേട്ടോ. പിന്നെ അതിന് മുമ്പായിരിക്കാമല്ലോ എന്നുള്ളൊരു ഊഹമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഏപ്രിൽ 24 ആവണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഏട്ടൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ 24. അപ്പം അങ്ങനെ ഏട്ടൻ്റെയും ആദ്യത്തെ കുട്ടിയുടെയും ബർത്ത്ഡേ ഒന്നിച്ച് വേണമെന്നൊക്കെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ലല്ലോ അല്ലേ. അങ്ങനെ ഇങ്ങനെ കാത്തിരുന്ന് എൻ്റെ ഛർദിലൊക്കെ മാറി. വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അതൊക്കെ അങ്ങനെയാണ്. 7 മാസം വരെ എൻ്റെ വീട്ടിൽ പോയിട്ടില്ല. പിന്നെ അങ്ങനെ 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അഗിയുടെ കല്യാണം വന്നു, അനിയൻ്റെ കല്യാണം വന്നു. അപ്പോൾ അനിയൻ്റെ കല്യാണവും എൻ്റെ കൂട്ടിക്കൊണ്ട് പോക്കലും അഗിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ, അഗിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ പോകാൻ പാടുള്ളൂ, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞിട്ട് വീട്ടിലുള്ള ആദ്യത്തെ ഫംഗ്ഷനാണല്ലോ, അപ്പോൾ എനിക്ക് നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു. അങ്ങനെ അഗിയുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ജനുവരി 27 കേട്ടോ. 27-ാം തീയതി ആയിരുന്നു കല്യാണത്തിൻ്റെ ഡേറ്റ്. അപ്പം ഞങ്ങൾ ഡേറ്റ് എടുത്തത്, കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഡേറ്റ് എടുത്തത് ജനുവരി 30-ാം തീയതി ആയിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ചേട്ടൻ അതിനനുസരിച്ച് വന്നു കേട്ടോ. എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതിനനുസരിച്ച് ചേട്ടൻ ലീവിന് വന്നു. അപ്പം അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും മക്കളൂടെ വന്നത്. ഇതുപോലെ കല്യാണം അറ്റൻഡ് ചെയ്തിട്ട് എന്നെയും കൂട്ടിക്കൊണ്ട് പോകുന്ന രീതിയിൽ അവർ വന്നേ. അപ്പോൾ അവരെന്നാ 26-ാം തീയതി രാത്രി വന്നു, ഇവിടെ വന്നു കേട്ടോ. എന്തോട്ട് കാച്ചി അപ്പം 30-ാം തീയതി എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന രീതിയിൽ വന്നു. അപ്പം കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അതിനൊരു രാവിലെ ഇറങ്ങുന്ന സമയമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എപ്പോഴാണ് 9 മണിക്കോ 10 മണിക്കോ ആ സമയത്ത് എങ്ങോട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ഉള്ളൊരു ചടങ്ങെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങുമ്പോൾ ഏട്ടൻ കയറി വരണം. അപ്പം ഞാൻ ഏട്ടനെ കണ്ടിട്ട് വേണം ഇറങ്ങാൻ. എന്നിട്ട് ഏട്ടൻ തിരിഞ്ഞു നോക്കാൻ പാടില്ല കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഏട്ടനിങ്ങനെ നോക്കാനും പറ്റുന്നില്ല. ഏട്ടനാണെങ്കിൽ എന്താ എങ്ങനെയൊന്നും അറിയത്തില്ല. ഇവിടെ ആണെങ്കിൽ ഭയങ്കര എല്ലാവരും ഉണ്ടായിരുന്നു. കല്യാണ സമയമായിട്ട് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ആദ്യത്തെ ആണല്ലോ.
അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷവും അതിൻ്റെ കൂടെ ഞാൻ പോകുന്നതിൻ്റെ വിഷമം അങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അപ്പം എന്നിട്ട് ഞങ്ങൾ പോയി. അപ്പം അത് ലോക്ക്ഡൗണിൻ്റെ സമയമാണ്. ഞായറാഴ്ച ദിവസം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പം ഞങ്ങൾ ഈ പാസ്സൊക്കെ വാങ്ങിച്ച് അന്ന് മറ്റേ പാസ്സൊക്കെ വേണ്ട സമയമാണ്. അപ്പോൾ ചേട്ടന് പാസ്സൊക്കെ വാങ്ങിച്ചും തോന്നുന്നു. ലോക്ക്ഡൗണാണ്. അപ്പം ഞായറാഴ്ച ദിവസം ലോക്ക്ഡൗൺ ആണുള്ള സമയത്താണ്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഒരു 8 മണിക്കൂർ കൊണ്ട് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമയമില്ലല്ലോ. രാത്രിയിൽ ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കയറാം. അപ്പം ഞങ്ങളൊരു 5 മണി കഴിഞ്ഞപ്പോഴത്തേനും വീടെത്താനല്ല, അത്യാവശ്യം 5:30 ആകുമ്പോഴത്തേനും വീടെത്തുന്ന രീതിയിലായി. അപ്പം പിന്നെ പതുക്കെയാണ് പോയിട്ടോ. ഇവിടുന്ന് ചോറും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വഴിയിൽ നിന്നാണ് കഴിച്ചതും അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ 6 മണി കഴിയുമ്പോൾ വീട്ടിലെത്തുന്ന രീതിയിൽ ചേട്ടൻ വണ്ടി ഓടിച്ചു കേട്ടോ. നമ്മളവിടെ എത്താറായപ്പോഴത്തേന് 5:30 ആവുന്നേ ഉള്ളായിരുന്നു. 5:30 ആകുമ്പോഴത്തേന് എത്തുന്ന സമയം ഉള്ളായിരുന്നു കേട്ടോ. 8 മണിക്കൂറാണ് അവിടെ വീട്ടിൽ ചെന്നു. കാരണം അന്ന് ലോക്ക്ഡൗൺ ആണല്ലോ, വണ്ടിയും ഒന്നും ഇല്ല വഴിയിൽ. അപ്പം പതുക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ എത്താറായപ്പോഴത്തേനും പതുക്കെ ആക്കി 6 മണി കഴിയുന്ന രീതിയിൽ വീട്ടിൽ കയറി. വീട്ടിൽ കയറിയിട്ട് പിറ്റേ ദിവസം അല്ല 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്. അവിടെ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. കാരണം ചേച്ചി ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. 2 പ്രസവം ചേച്ചിയുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പം ചേച്ചി കാണിച്ച ആ 2 ഡോക്ടർമാർ അവിടെ ഇല്ല. പുതിയതായിട്ട് വന്ന ഒരു ഡോക്ടറാണ് അവിടെ ഉള്ളത്. സുജേത എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ളത്. അപ്പോൾ അവരാണെങ്കിൽ ഈ മേരി സിസ്റ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളിങ്ങനെ മുഖം കണ്ടാൽ ഇങ്ങനെ ഏതാണ്ട് കൊല്ലാതിരിക്കുന്ന രീതിയിൽ അവരിയ്ക്കുന്നത് കേട്ടോ. ഒരു ഫ്രണ്ട്ലി. സാധാരണ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഡോക്ടർമാരെങ്ങനെ ആയിക്കോട്ടെ, അവർ പേഴ്സണലായിട്ട് എന്തോ ആയിക്കോട്ടെ, പക്ഷെ രോഗികളെ കണ്ട ഒന്ന് ചിരിച്ചെങ്ങനെ കാണിക്കണം കേട്ടോ. ഒന്നാമത് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനെ കാണുമ്പോൾ ഇതാണെങ്കിൽ മുഖം വീർപ്പിച്ച്, പേര് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, എന്തായാലും ഞാൻ പറഞ്ഞു. മുഖം വീർപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡോക്ടർ. എനിക്ക് കാണുമ്പോഴേ ഭയങ്കര പേടി. അവരോടൊന്നും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ആദ്യമേ ചെല്ലുമ്പോൾ. പിന്നെ അമ്മയുടെ കൂടെ ആദ്യമേ പോകുന്നത്. പിന്നെ പ്രശ്നമില്ല. ആദ്യത്തെ ദിവസമുള്ളൂ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കണ്ടത്. ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാ ചെക്കപ്പും ചെയ്യണം. പിന്നെ മുതൽ നമുക്ക് അവരുടെ വീട്ടിൽ പോയി കണ്ടാൽ മതി. അപ്പോൾ അതൊരാശ്വാസമായിരുന്നു കേട്ടോ. പിന്നെ മുതൽ വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കാണുമായിരുന്നു. ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ പോയിട്ടില്ല ഞങ്ങൾ. ഫസ്റ്റ് തവണ പോയിട്ടേ ഉള്ളൂ. അങ്ങനെ അവിടെ 2-3 മാസം കാണിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഷുഗറിനകത്ത് വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തൈറോയിഡ് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രശ്നമൊന്നുമില്ല. അവിടെ ചെന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തൈറോയിഡ് ഉണ്ട്. 8-ാം മാസത്തിൽ ടെസ്റ്റ് ചെയ്തിട്ടോ തൈറോയിഡ്. അപ്പം തൈറോയിഡ് ചെറുതായിട്ട് 1.1% ഞങ്ങളുടെ കൂടുതലുണ്ട്. അതുപോലെ ഷുഗറും ഉണ്ട്. ഷുഗർ അങ്ങനെ ഷുഗറില്ല. നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തപ്പം ലേശം കൂടുതലുണ്ട്. അപ്പോൾ എന്നോട് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. ഞാൻ കൺട്രോൾ ചെയ്തപ്പോൾ അതങ്ങ് കുറഞ്ഞു കേട്ടോ. ഒരു തവണ ഉള്ള ഇച്ചിരി കൂടുതലായിട്ട് നിന്ന് അതങ്ങ് കുറഞ്ഞു. എന്നെ അമ്മ വീട്ടിൽ വഴക്കൊക്കെ ആയിരുന്നു, ഇവിടെ മുട്ടായിയുടെ ഇടയപ്പി കണ്ടിട്ട്. അതുപോലെ ഞാൻ മുട്ടായി തിന്ന് നിർത്തിട്ട് എനിക്ക് ഷുഗർ പിടിച്ചില്ലെങ്കിലുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബഹളമായിരുന്നു. ഷുഗറായിട്ട് കൂടിയൊന്നും ഇല്ല കേട്ടോ. അതിനകത്ത് ഇച്ചിരി പേഴ്സൻറ്റേജ് കൂടി. ഞാൻ പിറ്റേ പ്രാവശ്യം ചെന്നപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ ടെസ്റ്റ് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമലായി. പിന്നെന്താ, പിന്നെ എനിക്ക് ലാസ്റ്റ് പോകേണ്ടത് ഏപ്രിൽ 14-13 വിഷുവിനനുസരിച്ച് കേട്ടോ. 15-ാം തീയതി ആയിരുന്നോ 14-ാം തീയതി ആയിരുന്നോ വിഷുവിനനുസരിച്ച് കേട്ടോ. 14-ാം തീയതി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഏപ്രിൽ 14-ാം തീയതി ഞാൻ ലാസ്റ്റ് പോയല്ല, ഏപ്രിൽ 14-ാം തീയതി എനിക്ക് ചെക്കപ്പിന് പോകണമായിരുന്നു. അപ്പം ഞാൻ ചെക്കപ്പിന് പോയപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് നടുവിന് വേദനയുണ്ട്. ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. എണീക്കുമ്പോഴൊക്കെ നടുവിന് വേദനയുണ്ട്, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അവരെന്നോട് പറഞ്ഞു എങ്കിൽ നമുക്ക് PV നോക്കാമെന്ന്. അപ്പം നമ്മളെന്താ യൂട്യൂബിനകത്തെല്ലാം നോക്കി പഠിച്ച് വെച്ചേക്കുവാണല്ലോ. PV ചെയ്താൽ പെട്ടെന്ന് തന്നെ ഡെലിവറി കാണും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, PV എന്ന് കേട്ടതും അവർ ഗ്ലൗസ് വാങ്ങിക്കാൻ എന്നെ പറഞ്ഞു കേട്ടോ. അവർ വീട്ടിലാണല്ലോ പോയി നോക്കുന്നത്. അപ്പം PV എന്ന് കേട്ടതും ഞാൻ ഏട്ടനെ വിളിച്ചു, ഏട്ടാ ഇനിയൊന്നും നോക്കണ്ട, കയറിക്കോ, ഞാൻ വന്നോളാൻ. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഏട്ടൻ എൻ്റെ അടുത്ത് കാണുമോ, ഡെലിവറി സമയത്ത് പോകുമ്പോൾ ഏട്ടനെ കണ്ടിട്ട് പോകാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ PV എന്ന് കേട്ടത് ഏട്ടനെ വിളിച്ചു വരുത്തി കേട്ടോ. ഏട്ടനെ വിളിച്ചു വരുത്തിയിട്ട് ഏട്ടൻ രാത്രി അവിടെ നിന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ഏട്ടൻ കയറി. എന്നിട്ട് വെളുപ്പിന് എത്തുന്ന രീതി കേട്ടോ. എന്നിട്ട് PV ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ഒരു വേദന ഉണ്ടെങ്കിൽ വന്നാൽ മതി, ഇപ്പം പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞു ഏട്ടാ വരണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്ന്. എന്നാലും എനിക്ക് ടെൻഷനുണ്ട്. നമ്മൾ യൂട്യൂബൊക്കെ കൂടുതൽ കാണുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഡെലിവറി സ്റ്റോറി കേട്ടതിൻ്റെ മാത്രമല്ല, ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ടു, എവിടെയൊക്കെയോ കണ്ടു PV ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫസ്റ്റ്
ഫസ്റ്റിലത്തെ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ട് പിന്നെ പെട്ടെന്ന് വിളിച്ചു വരുത്തി. അത് ഞാൻ പറഞ്ഞില്ലേ, ഏട്ടൻ കാണുമെന്നുള്ള ടെൻഷൻ, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഏട്ടൻ ആ സമയത്ത് ഉണ്ടാവണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതാ ഒന്നാമത്തെ കാരണം. അങ്ങനെ ഏട്ടൻ പിന്നെ വന്നു. വിഷു ആയിരുന്നു പിറ്റേ ദിവസം. അപ്പോൾ അച്ഛൻ എനിക്ക് കൈനീട്ടമൊക്കെ കൊടുത്തു വിട്ടു. വിഷു അത്യാവശ്യം കുഴപ്പമില്ലാതെ അങ്ങ് പോയി. എന്നിട്ട് എന്താ പിന്നെ 2-3 ദിവസം കുഴപ്പമില്ല. എന്നിട്ട് ഏട്ടൻ എന്നോട് പറയുന്നുണ്ട്, എൻ്റെ ലീവൊക്കെ പോവും, നീ ഇത്രയും ദിവസം എന്നെ വിളിച്ച് ഇത്രയും ദിവസം ലീവ് എടുക്കാൻ വരത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. എന്നിട്ട് പിന്നെ ഏട്ടൻ ഇങ്ങനെ 10 ദിവസം എന്തായാലും ഏട്ടൻ ഇങ്ങനെ കണക്കൂട്ടി 10 ദിവസം എന്തായാലും കാണുമല്ലോ. 24-ാം തീയതി ഞങ്ങൾ ലാസ്റ്റ് വന്നപ്പോഴത്തെ 24-ാം തീയതി ആയിട്ടോ ഡ്യൂ ഡേറ്റ്. അപ്പം ഭയങ്കര സന്തോഷം. 24-ാം തീയതി ആവണമെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ച് ആഘോഷിക്കാമല്ലോ, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഏട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു 18-ാം തീയതി കൂടുതൽ പോകത്തില്ല, 18-ാം തീയതി ആയിരിക്കും എന്നിട്ട് എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു 18-ാം തീയതി ആയിരിക്കും. അപ്പം ഒരു ഏപ്രിൽ 17-ാം തീയതി ആയിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച്, ഞാൻ ഏട്ടനോട് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ എല്ലാവരും കിടന്നു കേട്ടോ. അമ്മയച്ഛനൊക്കെ കിടന്നു. അപ്പം ഞാനിങ്ങനെ കിടക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചെറിയതായിട്ട് വേദനയുണ്ട്. അപ്പം ഞാനിങ്ങനെ ഏട്ടനോട് പറഞ്ഞു, ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ട്, പീരീഡ്സിൻ്റെ പോലെ വന്നും പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു 9:30 ആയിട്ടുള്ളൂ, ഞങ്ങൾ കിടക്കാൻ തുടങ്ങുമായിരുന്നു. 9:30 അപ്പം ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെന്ന്. അപ്പം അമ്മ എന്നോട് പറഞ്ഞിട്ട് ഇപ്പോഴൊന്നും നോക്കാം. അപ്പം അമ്മയോട് ഇങ്ങനെ പറഞ്ഞേട്ടെ വേദന ഉണ്ടെന്ന് ഏട്ടൻ. അപ്പം അമ്മ പറഞ്ഞു, ചെറുതായിട്ടല്ലേ, നീ ഇപ്പോഴൊന്നും നോക്കണ്ട, ആളെ ഇരുന്നോ, നല്ല വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ആണല്ലോ, നമ്മൾ ചെറുതായിട്ട് വേദന വരുമ്പോഴേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടവിട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു 10:30 വരെയൊക്കെ ഏട്ടൻ ക്ഷമിച്ചു കേട്ടോ. ഏട്ടൻ ഇത് ആദ്യമായിട്ട് കാണുവാണല്ലോ. അപ്പം 10:30 വരെ ക്ഷമിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പം ഓൾറെഡി ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴും വിളിച്ചാലും വരുന്ന രീതിയിൽ വണ്ടിയൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ നാട്ടിലില്ലാത്ത സമയം. അപ്പോൾ വണ്ടിയൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരാണെങ്കിൽ PV ലേബർ റൂമിലോട്ട് കയറ്റി കേട്ടോ. വേദന കൊണ്ട് വരുന്നുണ്ട്, നേരെ ലേബർ റൂമിലോട്ട് വരുന്നു. അപ്പോൾ ഡോക്ടറൊന്നുമില്ല, ആരുമില്ല. ഡ്യൂട്ടി ഡോക്ടറൊന്നും വന്നിട്ടില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ, ആരും ഇല്ലായിരുന്നു തോന്നിട്ട് ആ സമയത്ത്. ലേബർ റൂമിൽ ഡോക്ടർമാരൊന്നും എന്നെ കണ്ടിട്ടില്ല രാത്രിയിൽ. അപ്പം നേഴ്സുമാരുണ്ട്. അപ്പം എനിക്ക് വേദന തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരപ്പുറത്ത് തന്നെ കിടത്തി. പിന്നെ വേദന കൂടിയപ്പം പിന്നെ ലേബർ റൂമിനകത്ത് കിടത്തി. പിന്നെ എൻ്റെ കൂടെ ഒരു കൊച്ചുകൂടെ ഉള്ളായിരുന്നു കേട്ടോ. അതാണെങ്കിൽ 2 ദിവസം മുമ്പ് എങ്ങാണ്ട് വേദനയായിട്ട് വന്നതല്ല, വേറെ എന്തോ അതിനായിട്ട് വന്നിട്ട് അതിന് പിന്നെ വേദന തുടങ്ങിയിട്ട് പിന്നെ എൻ്റെ കൂടെ ഉണ്ട് കൊച്ച്. അതിങ്ങനെ വേദനയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാനും ഉണ്ട് കേട്ടോ. കുറേ നേരം അമ്മയുണ്ടായിരുന്നു കൂടെ. പിന്നെ അമ്മയെ പുറത്താക്കി അവർ. എന്നിട്ട് ഞങ്ങൾ ലേബർ റൂമിനകത്താക്കി കേട്ടോ. ലേബർ റൂമിൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഭയങ്കര ദേഷ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അവർ കണ്ട് തഴമ്പിച്ചതായിരിക്കും, കാര്യമൊക്കെ ശരി തന്നെ. നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ആ നേഴ്സുമാർ, എൻ്റെ പൊന്നോ, 5-6 നേഴ്സുമാരുണ്ട് അതിനകത്ത്. എല്ലാം കൂടെ നിന്ന് കുടുംബവിശേഷം പറയുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേദന കൊണ്ട് ഭയങ്കര വേദന എടുത്തിട്ട് ഇങ്ങനെ നടക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവരിങ്ങനെ സംസാരവും ബഹളവും അവരുടേതായിട്ടുള്ള കാര്യങ്ങളും, നമ്മൾ വിളിച്ചാൽ പോലും വിളി കേൾക്കുന്ന രീതിയിലല്ല അവരവരുടേതായിട്ടുള്ള ചിരിയും കാളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. കാരണം നമ്മളിങ്ങനെ വേദന എടുത്തിങ്ങനെ സഹിച്ച് കിടക്കുവാണല്ലോ. ഞാനൊരു 11 മണിയാകുമ്പോഴത്തേനും 11 മണി ഒക്കെ ആകുമ്പോഴത്തേനും ലേബർ റൂമിനകത്ത് കയറി. അപ്പം മോലിങ്ങനെ കാണുക. അപ്പം വേദന സഹിച്ച് ഡോക്ടറാണെങ്കിൽ വരുന്നില്ല. ഞാൻ ഡോക്ടറിനെ വിളിക്കാനൊക്കെ പറയുന്നുണ്ട്. അവരാണെങ്കിൽ നോക്കുന്നില്ല, എടുക്കുന്നില്ല. നേഴ്സുമാർ തന്നെ PB ഒക്കെ ചെക്ക് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ. എന്നിട്ട് രാവിലെ ആയപ്പോഴാണ്ട് ഒരു 6 മണി 7 മണി ആയപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഡോക്ടർ വന്നിട്ട് ഇതുപോലെ വയറ് ക്ലീനാക്കാനും അല്ലാതെ മറ്റേ ഷേവ് ചെയ്യുന്ന അങ്ങനെയൊക്കെ എല്ലാം ചെയ്യാനൊക്കെ പറഞ്ഞു. അവരതൊക്കെ ചെയ്തു. എനിക്ക് രാവിലെ ഒന്നും തന്നിട്ടില്ല കേട്ടോ. രാവിലെ ഒന്നും ഇല്ല, രാത്രി കഴിച്ചിട്ട് ഞാൻ പോയതേ ഉള്ളൂ. അപ്പോൾ വയറ് ക്ലീനാക്കിയിട്ട് വരാൻ പറഞ്ഞു. പിന്നെ എല്ലാവരും വയറ് ക്ലീനാക്കി, എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും പുറത്തിരിപ്പുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ അവിടെ ലേബർ റൂമിൻ്റെ വാതിൽക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു 6 മണി 7 മണി ആയപ്പോഴത്തേനും കയറി. പിന്നെ ഒരു 8 അപ്പോഴേക്ക് വേദനയാണ്, ഭയങ്കര വേദനയാണ്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും വാട്ടർ ബ്രേക്ക് ചെയ്തു ഡോക്ടർ വന്നിട്ട്. അപ്പോഴാണ് ഡോക്ടർ വരുന്നത്. വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് അവരവരുടെ പാട്ടിന് പോയി. എന്നിട്ട് കിടന്നപ്പോഴത്തേനും ഭയങ്കര വേദന കൂടുമല്ലോ. വേദന കൂടി മറ്റേ കൊച്ചിൻ്റെ പ്രസവം കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും ആ കൊച്ച് ഡെലിവറി കഴിഞ്ഞിട്ട് അതവിടെ മാറി.
അതിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഈ നേഴ്സുമാർ അതിനകത്ത് ഒരു നേഴ്സുമാരൊന്നും അനങ്ങുന്നില്ല. അതിനകത്തൊരു ക്ലീൻ ചെയ്യാൻ വരുന്നൊരു ചേച്ചി, ആ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, അയ്യോ മോളെ വിഷമിക്കണ്ട, നീ പ്രാർത്ഥിക്ക്, നല്ലപോലെ പ്രാർത്ഥിക്കും മോളെ. ഞാൻ പറഞ്ഞു, ഇനി പിന്നെ ആരെ വിളിക്കാനുണ്ട്, ഞാൻ എല്ലാവരും വിളിക്കുന്നുണ്ട്, ഇനി ആരെയോടും പ്രാർത്ഥിക്കാനില്ല, വിളിച്ചു പോവും ഞാൻ കേട്ടോ. നല്ല നല്ല ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നു അതിൻ്റെ കൂടെ. നല്ല ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് അത്ര ഭയങ്കര വേദനയായിരുന്നു. കാരണം രാത്രി ഒരു 9:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങിയതാണ്. എന്നിട്ട് ഒരു 11 മണിയായപ്പോൾ ലേബർ റൂമിൽ കയറി. 1:30 മുതലുള്ള 12 മണിക്ക് ആ കൊച്ച് പോയിട്ട് എൻ്റേത് ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, ഒരു PV ചെക്ക് ചെയ്യുമ്പോൾ ഒന്നും ആയിട്ടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഡോക്ടർ വരുന്നില്ല, അതിൻ്റെ കൂടെ ഇതെന്താ ഡോക്ടർ വരാത്ത, ഇങ്ങനെ ഉണ്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അങ്ങനെയാന്ന് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ചേച്ചി വന്നിട്ട് ഇങ്ങനെ, ആ ചേച്ചി മാത്രമേ എന്നോട് ഇങ്ങനെ സംസാരിച്ചുള്ളൂ കേട്ടോ. ആ കൂട്ടത്തിൽ ആ ചേച്ചി വന്നിട്ട് ഇങ്ങനെ എന്നോട് പ്രാർത്ഥിക്കും, മോളെ കുഴപ്പമില്ല, ഫസ്റ്റായിട്ടാ മോളെ, വിഷമിക്കണ്ട, അതിൽ പോയി മോളെല്ലാം ദൈവത്തിനോട് നല്ലപോലെ നന്നായിട്ട് പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അമ്മ വന്ന് നോക്കി കേട്ടോ. ഇത്രയും നേരമായിട്ട് കാണാനിട്ട് അമ്മയെ കേട്ടിട്ട് അമ്മ അവിടെ നിന്ന് കരച്ചില്ല. അമ്മയെ കാണുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അയ്യോ കരയില്ലേ എൻ്റെ ദൈവം, എനിക്ക് കരച്ചിട്ട് വരല്ലേ, അമ്മയെ കാണിച്ച് കരയല്ലേ, അമ്മയ്ക്ക് വിഷമമാവും എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഞാൻ അലറി കരയുക, ഭയങ്കര കരച്ചെന്നാൽ ഞാൻ അലറി കരയുക. അമ്മ അതിൽ കണ്ടിട്ട് കരയുക. എന്നിട്ട് ഏട്ടൻ പിന്നെ പറഞ്ഞു കേട്ടോ, ലേബർ റൂമിൽ പുറത്ത് വന്നിട്ട് അമ്മ കരയുമായിരുന്നു എന്ന്. എന്ത് ചെയ്യാൻ, ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കത്തില്ലല്ലോ, വേദനയല്ലേ. എന്നോട് എന്നിട്ട് സിസ്റ്റർമാരാകെ പറയുന്നത് എന്തുവാ, മോളെ അലറിക്കരയാതെ, മോളെ നിന്നുണ്ടോ, എന്തോ അലറിക്കരയല്ലേ, നിൻ്റെ എന്താ സ്ട്രെങ്ത് ഒക്കെ ഇപ്പോഴേ പോകുന്നു, എങ്ങനെ കരയാതിരിക്കും എൻ്റെ പൊന്നോ, അത് വല്ല വേദനയല്ലേ. എന്നിട്ട് ഒരു അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ അതിൻ്റെ ഇടയ്ക്ക് വന്നു. ഇടയ്ക്ക് വേറൊരു ഡോക്ടറാണോ, എനിക്ക് ഡോക്ടറാണ്, പക്ഷെ അത് അവിടുത്തെ ഡോക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെ ഒരു ഡോക്ടർ കേട്ടോ. അത് അവിടുത്തെ ഡോക്ടറൊന്നും അല്ല എന്തായാലും. ഞാൻ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് അവരെ ഞാൻ കണ്ടിട്ടില്ല അതുവരെ. ഞാൻ ചെല്ലുമ്പോൾ അവിടെ സുജാത മേഡവും പിന്നെ വേറെ ഒരു ഡോക്ടറും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ കൊച്ചിൻ്റെ ഡോക്ടർ ഒരു ഡോക്ടറായിരുന്നു കേട്ടോ. ആ ഡോക്ടർ ഇടയ്ക്ക് വന്ന് നോക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഡോക്ടറിനെ പൊടി പോലും കാണുന്നില്ല. എന്നിട്ട് വേറൊരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ ഞാൻ കരയുന്നുണ്ട്. ഒരു 2:30 ആയപ്പം ആ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, ആ ചേച്ചി വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ ഡയലേഷൻ ആയിട്ടുണ്ട്, എങ്കിൽ ടേബിളിൽ കിടന്നോളാൻ. അപ്പം പിന്നെ പെട്ടെന്നായിട്ട് എന്നോട് അവർ പുഷ് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല, എൻ്റെ സ്ട്രെങ്ത് അല്ല, ഞാൻ കരഞ്ഞു. അതുപോലെ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടുമില്ലല്ലോ. അപ്പോൾ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടുമില്ലല്ലോ, അതിൻ്റെ കൂടെ എനിക്ക് എനർജി ഇല്ല കേട്ടോ. പിന്നെ എന്ത് ചെയ്തു, എല്ലാവരും കൂടെ വയറിനകത്ത് തള്ളിയിട്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേനും സമാധാനമായിട്ടോ. പിന്നെ ഡെലിവറി സമയത്ത് എൻ്റെ ഡോക്ടർ ഇല്ല കേട്ടോ എൻ്റെ അടുത്ത്. പിന്നെ അവർ വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിടാൻ സമയമായപ്പം ഡോക്ടർ അവിടുന്ന് പറന്ന് വന്ന് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഡോക്ടർ സ്റ്റിച്ചിട്ടത്, അതിന് മാത്രമേ അവർ വന്നിട്ടുള്ളൂ. ഡെലിവറി സമയത്ത് അവരില്ലായിരുന്നു. ഞാൻ എന്തായാലും ഉറപ്പിച്ച് തന്നെ പറയട്ടോ, ഡെലിവറി സമയത്ത് ആ ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. സ്റ്റിച്ചിടാൻ വന്നു. എല്ലാ ഹോസ്പിറ്റലും അങ്ങനെയാണോ എങ്ങനെയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ എന്തായാലും എൻ്റെ സമയത്ത് എൻ്റെ ഡെലിവറിക്ക് അങ്ങനെ ആയിരുന്നു. അപ്പം സ്റ്റിച്ചിട്ടാൻ എനിക്ക് പെയിനൊന്നും ഇല്ല കേട്ടോ ആ സമയത്ത്. കാരണം ഇതോടെ ഡെലിവറി കഴിഞ്ഞതോടെ എൻ്റെ പെയിൻ മാറി. പിന്നെ എല്ലാവരും പറയുമല്ലോ, അത് കുഞ്ഞിനെ കാണുമ്പം വേദന മാറും. എൻ്റെ പൊന്നോ, എനിക്ക് കുഞ്ഞിനെ കണ്ടപ്പോൾ അങ്ങനെ ഒരു വികാരം വന്നില്ല എന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ. എല്ലാവരും അങ്ങനെ പറയും, കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴത്തേനും അതൊക്കെ അങ്ങ് മറക്കും എന്ന്. പക്ഷെ ഞാൻ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് കുഞ്ഞിൻ്റെ അതല്ലായിരുന്നു കേട്ടോ, ആ വേദന മാറിയല്ലോ എന്നുള്ളൊരു വിചാരം മാത്രമേ എനിക്ക് വന്നുള്ളൂ. അല്ലാതെ കുഞ്ഞ് വന്ന് അതിൻ്റെ സന്തോഷം അങ്ങനെ സംഭവമൊന്നും എനിക്ക് ആ സമയത്ത് വന്നില്ല. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ആ സമയത്തൊന്നും വന്നില്ല. പിന്നെന്താ, അങ്ങനെ സ്റ്റിച്ചിടലൊക്കെ കഴിഞ്ഞു. സ്റ്റിച്ചിടൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂറിൻ പാസ് ചെയ്തിട്ടേ പുറത്തോട്ട് ഇറക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അവിടുന്ന് മാറ്റിയിട്ട് ആ ലേബർ റൂമിൻ്റെ പുറത്ത് ഒരു ബെഡിനകത്ത് കൊണ്ട് കിടത്തി, സ്ട്രെച്ചറിൽ ഒരു ബെഡിനകത്ത് കൊണ്ട് കിടത്തി. എന്നിട്ട് നമ്മൾ യൂറിൻ പാസ് ചെയ്തിട്ട് നമ്മളെ പുറത്തോട്ട് ഇറക്കും കേട്ടോ. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും
വാർഡിലോട്ടാക്കി കേട്ടോ. ഞങ്ങൾ റൂമൊക്കെ നോക്കി, പക്ഷെ റൂം കിട്ടിയില്ല. ചേച്ചിയുടെ സമയത്ത് രണ്ടിന് ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് മറ്റേ കൊറോണയുടെ സമയമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് റൂമൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും റൂമൊന്നും കിട്ടിയിട്ടില്ല. വാർഡിലോട്ടാക്കിയത് കേട്ടോ. വാർഡിലാണെങ്കിൽ കയറാൻ പറ്റത്തില്ല. അപ്പം അമ്മയായിരുന്നു എൻ്റെ കൂടെ നിന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവളാണെങ്കിൽ രാത്രി ഉറങ്ങിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയെ കൂടുതൽ ശല്യം ചെയ്യാൻ പോയിട്ടില്ല. കാരണം എനിക്ക് 2 പിള്ളേർ, ചേച്ചിയുടെ 2 മക്കളുണ്ടല്ലോ, അവരെ നോക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ അവളെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. രാത്രിയിലായാലും ഹാൻഡിൽ ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ. അതുപോലെ എനിക്ക് സ്റ്റിച്ചിൻ്റെ അങ്ങനെ വേദന ഫസ്റ്റിൽ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ആ ഗുളികയുടെ എഫക്റ്റ് പോകുമ്പോഴേ ഉള്ളായിരുന്നു കേട്ടോ. അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പം നോർമൽ ഡെലിവറി ആയതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞപ്പം ഡിസ്ചാർജ് ആക്കി കേട്ടോ. ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നപ്പം പിന്നെ ഏട്ടനുണ്ടായിരുന്നു കുറച്ച് ദിവസം. എനിക്ക് 2-3 ദിവസം ഏട്ടൻ വീട്ടിലുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ലീവില്ലല്ലോ, അപ്പം അത്ര ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് തുടങ്ങിയില്ലേ ഭയങ്കര മൂഡ് സ്വിങ് ആയിരുന്നു ഫസ്റ്റിലത്തേന്. പിന്നെ ഞാൻ എപ്പോഴും പറയട്ടോ, എൻ്റെ അമ്മയല്ലാതെ വേറെ ഒറ്റ മനുഷ്യരെ ആ സമയത്ത് എന്നെ ക്ഷമിക്കത്തില്ല, നമ്മളെ ക്ഷമിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുപോലെ ഞാൻ അമ്മയെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇപ്പോഴായാലും കാണുമ്പോൾ വഴക്കുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, തറുതല പറയാം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ അമ്മയല്ലാതെ വേറെ ഒറ്റ മനുഷ്യൻ, ഞാൻ ഏട്ടനോട് പറയട്ടെ, ഇവിടുത്തെ അമ്മയാന്ന് എപ്പോഴും ഓടി രക്ഷപ്പെട്ടേനെന്ന്. അതുപോലെ ഞാൻ ഭയങ്കര ദേഷ്യപ്പെടലും ബഹളം വെക്കലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വേദഗുളി ഉണ്ടല്ലോ, നമ്മൾ നോർമൽ ആയതുകൊണ്ട് വീട്ടിൽ ചെന്ന പിറ്റേ ദിവസം മുതലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. എൻ്റെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു പോകലും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ അവിടെയൊക്കെ ആണെങ്കിൽ ആഹാരത്തിന് ചിട്ടയൊക്കെ ഉണ്ട്. മീൻ ഇറച്ചി അതൊന്നും തരത്തില്ല, അതുപോലെ തേങ്ങ അരച്ച സംഭവങ്ങളൊന്നും തരത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ ആദ്യമേ പറയാമെന്ന് ഡോക്ടറിനോട് ചോദിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറിനോട് ചോദിച്ച് ചെയ്ത്. അതൊന്നുമില്ല, പണ്ടത്തെ ആൾക്കാർ ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് അതാണ് ഇപ്പോഴത്തെ ആൾക്കാരും ഫോളോ ചെയ്യുന്നത്. എങ്കിൽ പിന്നെ ഡോക്ടറിനോട് ചോദിച്ചുകൂടെ? അത് ചോദിക്കത്തില്ല. എന്തായാലും ആട്ടാ, അങ്ങനെ അതേപോലായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ തരുന്നത്. മറ്റേ കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് എന്തൊക്കെ ആക്കിയിട്ട്, പിന്നെ അതുപോലെ മുളക് കഷായം, മറ്റേ ചേനയൊക്കെ ഇട്ടിട്ട് മുളക് അങ്ങനെയൊക്കെ ആയിരുന്നു കറിയൊക്കെ തന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം എനിക്ക് ഭയങ്കര പ്രാന്തുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ. ആ സമയത്തെ ഹോർമോൺ ചേഞ്ചിൻ്റെ പ്രശ്നമാണ് അത്. പക്ഷെ നമുക്ക് മനസ്സിലാവും, അവർക്ക് മനസ്സിലാവത്തില്ല, അതാ പ്രശ്നം. ഭയങ്കര ബഹളവും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. 28 ആയപ്പോൾ പിന്നെ ഏട്ടൻ വരുന്നത്. 28 വരെ വേദ കുളിച്ചൊന്നുമില്ല കേട്ടോ. 7 ദിവസം കൊണ്ട് വേദ കുളിച്ചുള്ളൂ. അത്രയും ദിവസം എന്തായാലും അടിയും ബഹളവും ഭൂകമ്പവും ഭൂമി ഉലുക്കൊക്കെ ആയിരുന്നു. അത്രയും ദിവസം മാത്രമല്ല, 28 വരെയും ഭൂമി ഉലുക്കവും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര മൂഡ് ചേഞ്ച് ആയിരുന്നു. പിന്നെ അവളാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അവൾ 12 മണി വരെ കിടന്നുറങ്ങും. 12 മണിയാകുമ്പോൾ എഴുന്നേക്കും. 12 മണി എഴുന്നേറ്റിട്ട് ഒരു 3 മണി വരെ കരയും. അങ്ങനെ ആയിരുന്നു കേട്ടോ അവള്. പിന്നെ അമ്മയൊന്നും ഞാൻ കൂടുതൽ വിളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ആ കാര്യത്തിലൊന്നും ഞാൻ അമ്മയെ ശല്യം ചെയ്തിട്ടില്ല രാത്രിയിൽ. കാരണം പകൽ മൊത്തം പണിയാണല്ലോ, നല്ല പണിയാണ്. നമ്മൾ അമ്മയ്ക്ക് തലവേദന, അതുപോലെ കാഴ്ചക്കുറവ്, അങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉള്ള സമയമായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ അമ്മയെ അധികം ശല്യം ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരെ മാനേജ് ചെയ്ത് എനിക്കൊരു ശീലം ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ആദ്യമായിട്ട് പിള്ളേരെ മാനേജ് ചെയ്യുന്നവർക്കൊന്നും അങ്ങനെ പറ്റത്തില്ല. അവരെ നോക്കി പരിചയം ഉള്ളതുകൊണ്ട് എനിക്ക് ഇവളെ വലിയ സീനില്ലായിരുന്നു. ഒരു 12 മണി മുതൽ 3 മണി വരെ ഞാൻ ഉണർന്നിരിക്കണം എന്നല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ നേരെ അടക്കണം, നിവർന്ന് അടക്കണം. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വരുന്നവരുടെ വക വേറെ ഉപദേശം. ഇവനെ അവളെ ചരിച്ചിടാൻ പാടില്ല, അവിടെ തല നേരെ വെക്കണം, ഇല്ലെങ്കിൽ മേലോട്ടായി പോവും, ഉന്തിപ്പോവും, അങ്ങനെയൊക്കെ കുറേ പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെയൊന്നും വലിയതായിട്ട് മൈൻഡ് ചെയ്യുന്ന, ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വലിയതായിട്ട് മൈൻഡൊന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു കേട്ടോ. ബഹളം വെക്കത്തില്ല. അവൾ കിടക്കുന്ന എങ്ങനെയാണോ കിടക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു അമ്മയോട്. ഞാൻ അതിൻ്റെ പേരിലൊക്കെ അമ്മയോട് തർക്കിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ 28 കഴിഞ്ഞൊരു 35 ആയപ്പോഴത്തേനും വീട്ടിൽ 28 കഴിഞ്ഞപ്പോൾ വരെ ഒരു അമ്മ വരുമായിരുന്നു കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം എൻ്റെ അമ്മ കുളിപ്പിച്ചു. എൻ്റെ അമ്മ കുളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അമ്മയുടെ അമ്മ മരിച്ചു പോകുന്നത്. അമ്മൂമ്മ മരിച്ചു പോയി കേട്ടോ. ഒരു 35 ആയപ്പോഴത്തേനും അമ്മൂമ്മയ്ക്ക് വയ്യാതെ, അത് തലേ ദിവസം വയ്യാതെ പോയിട്ട് ഞാൻ അമ്മയെ പിടിച്ചു വരുത്തി തിരിച്ച്. എന്തിനാന്ന് വെച്ചാൽ ഇവന്നേ പറഞ്ഞുള്ളൂ, അവൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. രാത്രിയിൽ അവിടെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ ഞാൻ അമ്മയെ വിളിച്ചു വരുത്തി. അപ്പോൾ വന്നിട്ട് പിന്നെ അമ്മൂമ്മ പിറ്റേ ദിവസമായപ്പോൾ അമ്മൂമ്മ മരിച്ചു.
അമ്മമ്മ മരിച്ചപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. കുളിക്കാനോ ആരെയും വിളിക്കാനോ ഒന്നും അതിനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ അങ്ങ് കുളി ഏറ്റെടുത്തു. 35-ാമത്തെ ദിവസം മുതൽ ഞാൻ കുളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ടും അങ്ങനെ പ്രശ്നം ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അതിനൊന്നും കേട്ടോ. കാരണം ഞാൻ അവിടെ വെച്ചിട്ടേ കുളിപ്പിച്ച് തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ഡിപ്പെൻഡിൻ്റെ ആവശ്യമില്ല. പിന്നെന്തോ 2.5 മാസം ആയപ്പോഴത്തേന് ഇവിടുന്ന് ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കാൻ, കൊച്ചിനെ കാണണം, ഇങ്ങനെ എളുപ്പമായോ ഇവിടെ വന്നാലൊന്നും ചെയ്യിപ്പിക്കത്തില്ല, അങ്ങനെയൊക്കെ പറച്ചിലും ബഹളവും വിളിയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഏട്ടനോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ഇത്. എനിക്ക് ഏട്ടനെ അത്ര ദിവസം കാണാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടോ. അതിൻ്റെ കൂടെ അവിടെ ഉള്ളവർക്ക് ഏട്ടൻ 2 ദിവസത്തേക്ക് ഉള്ളിൽ വന്ന് നിന്നാൽ പ്രസവിച്ച് കിടക്കുന്ന വീട്ടിൽ വന്ന് നിൽക്കാൻ പാടില്ല, അങ്ങനെ ഒരു സംസാരവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏട്ടന് വരാൻ മടി. അങ്ങനെ പിന്നെ ഒരു 2.5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെലിവറി സ്റ്റോറി തന്നെ ഭയങ്കര ലോങ് ആയിപ്പോയി. ബാക്കി ഇവൻ്റേത് ഞാൻ അടുത്തതിനകത്ത് പറയട്ടെ. അടുത്ത 2 പാർട്ടായിട്ട് തന്നെ ഇടാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു.